ഹലോ കൂട്ടുകാരെ, വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ രാമൻ കുട്ടി. അപ്പോൾ ഇന്നത്തെ ഞാൻ ഡേ 2 ആണ് പറയുന്നത്. നമ്മുടെ ഡേ 1 ഞാൻ ഇട്ടിരുന്നു, അപ്പോൾ ഡേ 2 ആണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മുമ്പിൽ. ഇതാ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇവിടെ പണി എന്ന് പറയുന്നത്. ഇതാ ക്ലബ് സാൻഡ്വിച്ച്. ഇതാ നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുന്നു, ക്ലബ് സാൻഡ്വിച്ച്. ഇതാ നമ്മളത് എടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇന്ന് നല്ല ക്ലൈമറ്റാണ് തോന്നണം, നല്ല നല്ല ക്ലൈമറ്റ്. ഇവിടെയാണെങ്കിൽ മഴയില്ല, എന്നങ്ങനെ വെയിലും ഇല്ല, നല്ല ക്ലൈമറ്റാണ്. രാവിലെ നീച്ച ആൾക്കാരെല്ലാവരും പണിക്കൊക്കെ പോകും. മടി പിടിച്ചിരിക്കുമല്ലോ, എല്ലാവരും പണിക്ക് പോകുന്നുണ്ട് എന്തായാലും. അതുകൊണ്ട് ഇവിടെയുള്ള റൂട്ടിലുള്ള വണ്ടികൾ നോക്കൂ നിങ്ങൾ, അടിപൊളി അടിപൊളി വണ്ടികൾ. എന്ത് രസമുള്ള വണ്ടി അറിയാം ഇവിടെ ഉള്ളതൊക്കെ കാണാൻ. അത്രയ്ക്ക് ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ആസ്വദിക്കുകയാണ് ചില സമയത്തൊക്കെ. ചില സമയത്ത് ഈ പണീൻ്റെ ഇതിൽ മടുപ്പും വരും, ചില സമയത്ത് ഇങ്ങനെ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നല്ല രസമാണ്. അതാ നമ്മുടെ ഓർഡറിൻ്റെ സ്ഥലത്തി. ചേച്ചി ഓർഡർ എന്താ? സാൻഡ്വിച്ച് തരൂ. ഓക്കെ, താങ്ക് യു. പോ എന്താ, അപ്പോൾ ശരി എന്നാ തെറ്റാ, നമുക്കെന്നാൽ പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് ആരാണാവോ ഇതിൻ്റെ ആൾ? ഇവരൊക്കെ എന്താ പറയുക, ഇവരൊന്നും വീട്ടിലുണ്ടാക്കൂല, പകരം ഇങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ തിന്നും ഫാസ്റ്റ് ഫുഡ്. ഞാൻ ഇത്രയും ദിവസം ഇത് കൂടെ ഇങ്ങനെ നടക്കണം. ഇത് കൂടെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കാണില്ല. ഇവർക്കൊന്നും രോഗമില്ലാവോ? ചിലപ്പോൾ ഇന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. അതാ എത്തി. ഇതാ ചേച്ചി, ഇതാട്ടോ നിങ്ങളെ ക്ലബ് സാൻഡ്വിച്ച് ആക്കണം, കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് തിന്നി. പോട്ടെ, വേഗം പോട്ടെ. ഒന്നുമില്ലേ, ഇവരാണെങ്കിലൊന്നും കണ്ടറിഞ്ഞ് തരൂല. ഒരു എക്സ്ട്രാ എനിക്ക് പോണേക്ക് ചായ പിടിക്കാനെങ്കിലും എന്തെങ്കിലും തന്നൂടെ? അത് നോക്കൂ വയസ്സ് നോക്കിയാൽ വണ്ടിയാൾ ഇവിടെ നല്ല അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ഓർഡർ വന്നു, എടുക്കാൻ പോവാം. ഞാൻ പറഞ്ഞില്ല, മാക്സിമം നമ്മൾ ഇവിടുത്തെ ഓർഡറൊക്കെ എടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താ പാർട്ട് ടൈമായിട്ട് ഇവിടെ പഠിക്കാനും അതുകൊണ്ടൊപ്പം തന്നെ പണിയെടുക്കാനും വന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പൈസ ഉണ്ടാക്കും. മനസ്സിലായോ? അതിന് വേണ്ടി വന്നതാണ് നമ്മൾ. ഇവിടെ ഞാൻ ഇതുവരെ ഇത് കൂടെ പോയിട്ട് പോലീസിനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ഭയങ്കര ഫ്രീഡമുള്ള സ്ഥലമാണ് തോന്നുന്നത്. പെട്രോള് ഈ വണ്ടിക്ക് ഞാൻ പറയില്ലേ, മൈലേജ് കുറവാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞാണല്ലോ, മൈലേജ് കുറവാണ് ഈ വണ്ടിയൊക്കെ. ഇവിടുത്തെ വണ്ടികളൊക്കെ അങ്ങനെ. അമ്മയിനൊക്കെ നമ്മളെ നാട്ടിലത്തെ ഒരു 100 റുപ്യക്ക് അടിച്ച് 7 കിലോമീറ്റർ ഓടും. ഇത് പറഞ്ഞാൽ 20 തന്നെ ആവും. ഇതാ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ രാജാവിന് എന്ത് ക്യൂ, അത്രേ ഉള്ളൂ നമ്മളത്. എത്തി, ഓർഡർ എടുക്കാനായി. അതാ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം നമ്മളെ ബാഗൊന്ന് നോക്കണമെന്ന്. വല്ല പാമ്പോ വഴുതാരൊക്കെ ഉണ്ടാവോ എവിടെ? ക്ലീനാണ്, ഓക്കെയാണ്. തരൂ, വേഗം തരൂ. വേണ്ട മതി. മുഖം നോക്കാനൊന്നും സമയമല്ല, ഞാൻ പോട്ടെ. സമയമല്ല കണ്ടോ. ചെയ്യൂ, വഴി തെറ്റിയല്ലോ. ഇവിടെ അടുത്ത ഈ പണിയിൽ നിന്ന് പൈസ ഇട്ടിട്ട് വേണം ഒരു ഹെഡ്സെറ്റ് വാങ്ങാൻ, ഒരു എയർപോർട്ടെങ്കിലും വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, പാട്ട് കേട്ട് പോവാം. അല്ലാതെ ക്യൂ ഇല്ല, നമുക്ക് ക്യൂ ഇല്ല, പോവന്നെ, ധൈര്യമായിട്ട് പോവാ. നമുക്ക് എന്ത് ക്യൂ, ആരെ പേടിക്കണേ? ഇവിടെ ആരും ഇല്ല തോന്നണേ, പിന്നെ എന്തിനാ പേടിക്കണേ? നേരെ പോട്ടെ. വാ എന്ത് നല്ല റോഡ്, എങ്ങനെയും പോവാം, അടിപൊളി. സമയമല്ല, അയ്യോ ഈ വണ്ടിക്കാണെങ്കിൽ സ്പീഡും ഇല്ല. വണ്ടി മാറ്റണം. കുറേ എത്ര ഉറുപ്പ്യ നമ്മളതിൽ? 164 ഉണ്ട്. വണ്ടി മാറ്റണം, ഒരു നല്ല വണ്ടി എടുക്കണം. നോക്കട്ടെ വണ്ടി നല്ലത് കിട്ടുമോയെന്നൊക്കെ. വേഗം ഓർഡർ എടുത്താൽ എന്നിട്ട് നമുക്ക് വണ്ടി പോയി നോക്കാമല്ലോ. ചേച്ചി ഇതെന്താ? കൊടുത്ത് ഒഴിവാക്ക്. പോയി ഇനി ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കണം, എന്നിട്ട് വേണം വണ്ടി നോക്കാൻ, മനസ്സിലായോ? പോട്ടെ. എന്തായാലും വഴി മാറിയോ എന്നൊരു സംശയം. വഴി മാറിയില്ല, പക്ഷെ പോണ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇത് അയ്യോ ഭാഗ്യം, ആളൊന്നും ഇറങ്ങി വന്നില്ല. അറിഞ്ഞിട്ട് തന്നെ അല്ല തോന്നുന്നത് തട്ടിയതൊന്നും. ഞാൻ പറയില്ല, ഈ വണ്ടിക്ക് ബ്രേക്കില്ല അങ്ങനെ. അതായത് നമുക്കിത് മാറ്റണം, അല്ലാതെ വേറെ വഴിയില്ല. ഈ വണ്ടി എന്തായാലും നമുക്ക് മാറ്റണം. അല്ലാതെ ഈ വണ്ടിയും വെച്ച് ഇനി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇതാണ് ഒന്നാമത്, സ്പീഡും ഇല്ല, രണ്ടാമത് ബ്രേക്കില്ല, ഒന്നുമില്ല ഈ വണ്ടിക്ക്. ഇയാളുടെ അടുത്ത് നിന്നല്ലേ ഞാൻ ഇപ്പോൾ വാങ്ങിയത്? വേഗം. ഇതെന്ത് വഴിയത്? നമുക്കെന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ തിരികെ. ഈ സ്ഥലത്തും എങ്ങനെയാലും എനിക്ക് വഴി കിട്ടും. നേരെ ഇനി ഇത് കൊടുക്കാനുള്ള ആൾക്ക് വേഗം കൊണ്ട് കൊടുക്കാം. ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്നാണ് ആൾക്കാർ മുന്നിലേക്ക് വരിക. അതേമാതിരി കാറുകളൊക്കെ എന്ത് സ്പീഡിലാണ് വരിക, അതേമാതിരി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുക, അങ്ങനെയൊക്കെയാണ്.
അവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ. ഈ വണ്ടിക്കാണെങ്കിൽ ബ്രേക്ക് ഇല്ല. ഇതുപോലൊരു വണ്ടി നിങ്ങൾ ഈ റോട്ടിൽ കൂടെ എവിടെയെങ്കിലും പോകണം നിങ്ങൾ കണ്ടിക്കണം? ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ അത്. എനിക്ക് കമ്പനി ഇങ്ങനത്തെ ഒരു വണ്ടി തന്നാണ്ട് പറയുക ഡെലിവറിക്ക് പോയിക്കോന്ന്. ഈ വണ്ടിക്കാണെങ്കിൽ ബ്രേക്ക് ഉണ്ടോ ബെല്ലുണ്ടോ എന്നൊന്നും ഓൾക്ക് അറിയണ്ട. ഓൾക്ക് ഓരോ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കണം, മാത്രമേ ഉള്ളൂ. എത്തി. ഇനി എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഇത് അവിടെ ഞാൻ പിടിച്ച ബ്രേക്കാണ്, അവിടെ നിൽക്കണേ. ഇതെന്താ ഇതിനല്ല ഇപ്പം ഞാൻ ഒരു വട്ടം കൂടി വന്ന് കൊടുത്ത്. വണ്ടികളുണ്ട് കേട്ടോ. സ്കൂട്ടി വാങ്ങാം. സ്കൂട്ടി അപ്പോൾ നമ്മളെ പൈസയ്ക്ക് പറ്റണമെന്നുള്ളൂ. സ്കൂട്ടി എടുക്കാം. വാവ്, സ്കൂട്ടി ബാഗൊക്കെ അതേ വലുതായി ഒന്നും കൂടി. സ്കൂട്ടിയാണ്, കാണാനൊക്കെ കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടല്ലേ നമ്മൾ. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയായി. ഈ പൈസയ്ക്ക് നമ്മൾ വണ്ടിയായി. ഇനി അടുത്ത പൈസയ്ക്ക് ഒരു ഹെഡ്സെറ്റാണ് നമ്മൾ വാങ്ങാൻ പോണത്. പൊട്ടപ്പൊട്ടെ എന്നുവെച്ചാൽ തട്ടൽ. ഇതെന്ത് സൗണ്ടാ അത്? ഞാൻ പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ബുള്ളറ്റിന് അങ്ങനത്തെ സൗണ്ട് ഉണ്ടാകും, ഇവിടെയൊക്കെ സ്കൂട്ടിക്കാണോ പട്ടപ്പട്ടയായിരുന്ന സൗണ്ട് ഉണ്ടാവുന്നത്? എന്തായാലും കുറച്ചും കൂടി മെച്ചം തോന്നുന്നുണ്ടല്ലേ, കുറച്ച് സ്പീഡുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് നല്ല സ്പീഡ് തോന്നുന്നുണ്ട് വണ്ടിക്ക്. നല്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അയ്യോ സ്കൂട്ടി ഓടിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ സാധനം എടുക്കാൻ മറന്നു. നമ്മളെ പണി അതല്ല, മാറിപ്പോയി. നമ്മൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ പിന്നെ ഇപ്പം നമ്മൾ പണിയിലാണ്. പണി സമയത്ത് പണിയെടുക്കുക. സൈഡിൽ കൂടെ പോയാൽ ഞാൻ തട്ടി, അതിൻ്റെ പേരിൽ കേസ് വരണ്ട. അങ്ങനെ പുതിയ വണ്ടിയൊക്കെ എടുത്തതാ, എവിടെയും പോയി തട്ടാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഈ വണ്ടിക്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ടേ അങ്ങനെ ഒരു ഇതുണ്ട്. അയ്യോ ഫ്യൂവലില്ല എന്നാണ് കാണിക്കണത് അല്ലേ? നമുക്ക് വേഗം തരും. ഫ്യൂവലില്ലല്ലോ. അയ്യോ ഫ്യൂവൽ ഒറ്റ കുറവാണ്. 129 മീറ്റർ കഴിഞ്ഞാലൊന്നുണ്ട്. മറ്റേത് എത്ര 300 സംതിങ്. നമുക്ക് 120ൻ്റെ അടുത്തേക്ക് പോവാം. അത്രേ എത്തുള്ളൂ. 300 എത്തുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും 100ൻ്റെ അടുത്തേക്ക് പോവാം. ഇത് കൂടെ വഴി ഉണ്ടോ? ഉണ്ട് വഴിയുണ്ട്. ഓക്കെ അത് നേരെ പോയേക്ക് തോന്നണ. നേരെ ഓക്കെ അതാണ്ടേ. നിങ്ങളത് കാണുന്നുണ്ടോ? എവിടെയാണത്? അയ്യോ ഇതിനും ബ്രേക്കില്ലേ? എൻ്റെ അമ്മേ, ഇതെന്തോന്നല്ലേ ഈ നാട്ടിലിറക്കണ വണ്ടിക്കൊന്നും ഒരു വർക്ക് ഷോപ്പില്ല ഇവിടെ ഒന്നും. വർക്ക് ഷോപ്പ് അതില്ലേ? 45 സെക്കൻഡ്. ഇതെവിടെ ഞാളെവിടെ? ഈശ്വര, അപ്പം ഏത് കൊടുക്കലാണാവോ? വേഗം കൊടുക്ക്. ഈശ്വര, അതിപ്പോൾ കയ്യല്ലോ, സമയം ഇപ്പോൾ കയ്യല്ലോ. നമ്മൾ എന്താ എത്താത്തത്? ആളെ കാണാനില്ലല്ലോ. എവിടെ? പെട്ടെന്ന് എത്തി. എടാ ഇത് നമ്മുടെ മറ്റേ ബിസിനസ് കുഞ്ഞുട്ടൻ. ഹായ് മച്ചു, എന്നാ? എടാ എത്ര ദിവസം എന്നെ കണ്ടിട്ട്? ഇന്നലെ കണ്ടിട്ടല്ലേ? ഇപ്പം എത്ര ദിവസം കഴിഞ്ഞു? കുറേ മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടിപ്പോൾ. എൻ്റെ പൊന്നെ, എന്താ അവസ്ഥയത്? ഈശ്വര, മതി ഇന്നത്തെ കഴിഞ്ഞു. മതി, ഞാൻ ഓർഡറിലൊന്നുമില്ല. അയ്യോ ചടച്ചു പോയി. ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് വണ്ടിയും തട്ടി. ഒന്നും പറ്റിയിട്ടില്ലേലും എന്നാലും അയ്യോ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറാൻ പോവാ. ഇത് അവസ്ഥയാണ്. ഇതിലേറെ നല്ല വേറെ എന്തെങ്കിലും പണിയാണ്. ഞാൻ വേറെ എന്തെങ്കിലും നോക്കട്ടെ. എന്നാൽ ശരി.